ഈശോയുടെ ഉദ്ധാന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതിരിക്കാനായിട്ട്, നിത്യമരണം സംഭവിക്കാതിരിക്കാനായി ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ദൈവമായിരുന്ന ഈശോ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിത്തീർന്ന് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുക. എളിമയുടെയും കരുണയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചിരിക. ഈശോയുടെ ശരീരം രക്തവും നമ്മുടെ പാപമോചനത്തിനുള്ള പരിഹാരത്തിനായും നമ്മുടെ നിത്യജീവനായും അവിടെ നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഈ ഉയർപ്പ് തിരുനാൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ജീവിതത്തിന് ശേഷവും മറ്റൊരു ജീവിതമുണ്ട്. അതിനാലാണ് ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. ആ ഈശോയെ നാം സ്വീകരിക്കണം. ആ തിരുശരീരങ്ങൾ യോഗ്യതയോടെ സ്വീകരിച്ച് ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിച്ച് നിത്യജീവിതത്തിന് അവകാശമായി മാറാൻ നാം പരിശ്രമിക്കണം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് വേണ്ടിയും ഈ ലോകത്തുള്ള സകലർക്ക് വേണ്ടിയും ഈ ലോകത്ത് അകന്നുപോയ സകലർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണമെന്ന് ഈ ഉയർപ്പ് തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഈശോയുടെ ഉയർപ്പമായി പഠിപ്പിക്കുകയാണ്, ദൈവം നമുക്ക് സഹനങ്ങൾ അനുവദിച്ചാൽ അത് നന്മയ്ക്കായി മാറ്റും. വേദനകളെ, സഹനങ്ങളെ നന്മയും സന്തോഷവും വിജയമാക്കി ദൈവം മാറ്റും. ഉദ്ധാന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഈശോ എല്ലാവരെയും നിത്യജീവിതത്തിന് അവകാശമായി മാറ്റട്ടെ. ആമേൻ.